ശ്രീ അൻവർ സാദ്. സർ, ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൊളിച്ച നിരവധി പഞ്ചായത്ത് റോഡുകൾ ഇനിയും റീസ്റ്റോർ വർക്കുകൾ പൂർത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല സർ. സർ, അതിന് ഇനിയും കാലതാമസം നേരിടുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സർ. ആയതുകൊണ്ട് തന്നെ 2024-2025 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്ലാൻ ഫണ്ടും മെയിൻ്റനൻസ് ഗ്രാൻഡും ഉപയോഗിച്ച് പൂർത്തിയാക്കുന്നതിന് ടെൻഡർ ചെയ്ത പ്രവൃത്തികൾ പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സാറ്. മാർച്ച് 31 ഈ ഫണ്ടുകൾ ലാപ്സാകും. ടെൻഡർ ചെയ്ത വർക്കുകൾ പോലും ചെയ്ത് തീർക്കാൻ കഴിയാതാവുകയും ചെയ്യും. സർക്കാർ ഈ വിഷയം ഗൗരവമായി കിടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഇത് പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയോ മറ്റു ഉദ്യോഗസ്ഥന്മാരെ കുഴപ്പമില്ല. ജലജീവൻ മിഷൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഫണ്ട് കൊടുക്കാത്തതിൻ്റെ പല കാരണങ്ങളാൽ ചില കോൺട്രാക്ടർമാർ ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത് ഡിലേ വന്നിരിക്കുന്നത്. ആ ഡിലേ ഒരിക്കലും പഞ്ചായത്തിൻ്റെ കുഴപ്പമില്ല സാർ. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ വിഷയം ഗൗരവമായി പരിഗണിച്ച് 2024-2025 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്ലാൻ ഫണ്ടും മെയിൻ്റനൻസ് ഗ്രാൻഡും ഉപയോഗിച്ച് പൂർത്തിയാക്കുന്നതിന് ടെൻഡർ ചെയ്ത പ്രവൃത്തികളിലെങ്കിലും പൂർത്തിയാക്കുന്നതിന് ഫണ്ട് ലാപ്സാകാതിരിക്കുന്നതിന് സമയം നീട്ടി നൽകാൻ ഒരു സ്പെഷ്യൽ ഓർഡർ തന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ മാത്രം, ഈ ജലജീവ വിഷയവുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെയോ ഉദ്യോഗസ്ഥന്മാരെ കുഴപ്പമില്ലാത്തത് കൊണ്ട് മാത്രം പ്രശ്നമാകുന്ന ഈ ഫണ്ട് ലാപ്സാകി പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഓർഡർ ഇട്ടുകൊണ്ട് അതിന് ഒരു സമയപരിധി കൊടുത്ത് ആ പദ്ധതി ആ പഞ്ചായത്ത്, പ്രത്യേകിച്ച് റോഡുകൾ ആയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള സമയപരിധി നീട്ടിക്കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ എന്നാണ് ഈ സഭയിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി. സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വർഷത്തെ വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്ന രീതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതായത് പദ്ധതി നിർവഹണത്തിനൊരു സാമ്പത്തിക വർഷം മുഴുവൻ ലഭിക്കുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ടും മെയിൻ്റനൻസ് ഫണ്ടും 3 ഗഡുക്കളായിട്ടാണ് അനുവദിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ട് 2024 ഏപ്രിൽ 19, 24 ഡിസംബർ 7, 25 ഫെബ്രുവരി 20 തീയതികളിലായും മെയിൻ്റനൻസ് ഫണ്ട് 2024 ഏപ്രിൽ 15, 2024 ഓഗസ്റ്റ് 13, 2024 നവംബർ 30 തീയതികളിലായും അനുവദിച്ചിട്ടുണ്ട്. വികസന ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട് ഇനങ്ങളിൽ ഒരു സാമ്പത്തിക വർഷം ചെലവഴിക്കാൻ കഴിയാത്ത തുക വർഷാവസാനം നഷ്ടപ്പെടുന്ന രീതിയാണ് 2015-16 മുതൽ പ്രാബല്യത്തിലുള്ളത്. എന്നാൽ 20% വരെയുള്ള സ്പിൽ ഓവർ പ്രോജക്റ്റുകൾ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് വിഹിതത്തിന് ഉപരിയായി ഉൾപ്പെടുത്താൻ ധനകാര്യ വകുപ്പിൻ്റെ 15/7/2021 പ്രകാരം അനുമതി നൽകുകയും ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് അധിക തുക അനുവദിക്കുന്നതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നടപ്പ് വർഷത്തെ പദ്ധതി നിർവഹണത്തിനൊരു സാമ്പത്തിക വർഷം പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട്. ജലജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള പ്രോജക്റ്റുകൾ ഉൾപ്പെടെ വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്ത പ്രോജക്റ്റുകൾ നിർവഹണം പൂർത്തിയാകാത്തവ മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമായി 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർവഹണം പൂർത്തിയാക്കുന്നതിന് നിലവിൽ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ 24-25 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ലാപ്സാകാതിരിക്കുന്നതിന് സമയം നീട്ടി നൽകുന്നതിനുള്ള സ്പെഷ്യൽ ഓർഡർ പുറപ്പെടുവിക്കണമെന്ന ആവശ്യം പരിഗണിക്കാൻ വ്യവസ്ഥയില്ല എന്ന കാര്യം അങ്ങനത്തെ അറിയിക്കുക.